ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് സൂര്യനിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി സൂര്യനിൽ നിന്നും ശക്തമായ സൗരക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നുവെന്ന മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞർ. വെള്ളിയാഴ്ച ഈ കാറ്റ് ഭൂമിയിൽ പതിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഭൂമിയിലെ ഉപഗ്രഹ സിഗ്നലുകളെയും മൊബൈൽ സിഗ്നലുകളെയും ഒക്കെ തടസ്സപ്പെടുത്താനും വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കാനും പ്രാപ്തിയുള്ള സൗരക്കാറ്റാണ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നത്. അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നത്. സൂര്യന്റെ പ്രഭാമണ്ഡലത്തിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പ്ലാസ്മയും കാന്തിക ക്ഷേത്രങ്ങളും പുറന്തള്ളുന്ന ഒരു പ്രതിഭാസമായി കൊറോണൽ മാസ് ഇഞ്ചക്ഷന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ സൗരക്കാറ്റ് രൂപപ്പെടുന്നത്. ഇത് ഭൂമിയിലേക്ക് വീശിയടിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവയ്ക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളെ തകർക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രലോകം പോലും പറയുന്നത്. മാത്രമല്ല, ഭൂമിക്ക് തൊട്ടരികിലായി ഭൗമിക കാന്തിക കൊടുങ്കാറ്റ് എത്തിയിട്ടുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. നാളെയോടെ ഇത് ഭൂമിയിലേക്ക് ആഞ്ഞടിക്കും. താരതമ്യേന ശക്തി കൂടിയ കാറ്റാണിത്. അതുകൊണ്ടാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം ഇക്കഴിഞ്ഞ 5 മാസത്തിനിടെ വീശിയടിക്കുന്ന ഏറ്റവും ശക്തിയേറിയ കാറ്റാണിതെന്നാണ് ഗവേഷകർ അറിയിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സൂര്യനിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചത്. ഇതിന്റെ ഫലമായിട്ടാണ് ഭൗമിക കാന്തിക കൊടുങ്കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ഭൂമിയിലേക്ക് ആഞ്ഞു വീശിയ ഏറ്റവും ശക്തിയേറിയ രണ്ടാമത്തെ കാറ്റാണിത്. ഭൂമിയിൽ കനത്ത ആഘാതം ഇത് സൃഷ്ടിച്ചേക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുമാത്രമല്ല, ഭൗമകാന്തിക കൊടുങ്കാറ്റ് നമ്മുടെ പവർ ഗ്രിഡുകളെ തകർക്കും. ഇത് വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിക്കപ്പെടുന്നതിനും ഭൂമി മുഴുവൻ ഇരുട്ടിലാകുന്നതിനും കാരണമാകും. ഇതിനു മുൻപ് വീശിയടിച്ച കാറ്റിനെ തുടർന്ന് പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു. ഭൗമകാന്തിക കൊടുങ്കാറ്റ് നമ്മുടെ ഉപഗ്രഹങ്ങളെയും തകരാറിലാക്കും. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ സ്വീകരിക്കാൻ ബഹിരാകാശ ഗവേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിനാൽ തന്നെ സൗരക്കാറ്റ് ഏത് നിമിഷം വേണമെങ്കിലും ആഞ്ഞടിക്കാമെന്നാണ് ശാസ്ത്രലോകം പോലും പറയുന്നത്. മാത്രമല്ല, വൈദ്യുതി വാർത്താ വിനിമയ ബന്ധങ്ങൾ വ്യാപകമായി തന്നെ ഇത് തകരാറിലാക്കുമെന്നും പല പ്രദേശങ്ങളും ഇരുട്ടിലാകുമെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അതേസമയം സൗരജ്വാലകളിൽ ഏറ്റവും ശക്തിയേറിയതിനെയാണ് എക്സ് ക്ലാസ് എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത്. സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജ്ജത്തെയും വെളിച്ചത്തെയും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത്. സൂര്യനിൽ നിന്നും ശബ്ദാതി വേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ്. സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന ഈ സൗരകളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരക്കൊടുങ്കാറ്റുകളെയും ഉണ്ടാക്കുന്നത്. സൗരക്കാറ്റുകൾ അവയുടെ യാത്രയ്ക്കിടെ വാൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ബാഷ്പീകൃത വാതകങ്ങളെയും ഉൽക്കകളെയും പൊടിയെയും ഒക്കെ ഒപ്പം കൂട്ടാറുണ്ട്. ഇങ്ങനെ വരുന്ന സൗരവാതകം ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ ധ്രുവ ദീപ്തികൾക്ക് കാരണമാകും. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൗരക്കാറ്റിലെ വലിയ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത്. കാന്തിക മണ്ഡലങ്ങൾ സംയോജിക്കുന്ന ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുക. സൗരക്കൊടുങ്കാറ്റുകളുടെ ശക്തിക്കും ഭൂമിയുടെ കറക്കത്തിനും അനുസരിച്ച് ധ്രുവദീപ്തി ദൃശ്യമാകുന്നതിലും ഏറ്റക്കുറച്ചിലുണ്ടാകും. അതേസമയം നാസയുടെ കണക്കനുസരിച്ച് സൗരക്കൊടുങ്കാറ്റ് ഉടൻ തന്നെ ഭൂമിയിൽ എത്തുമെന്നാണ്. അതിശക്തിയേറിയ ഈ കാറ്റ് ഒട്ടനേകം ഭൗമകാന്തിക കാറ്റുകൾക്ക് വഴിവെക്കുമെന്നും വ്യക്തമാക്കുന്നു. ഭൂമിക്ക് സാരമായ നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത്. പവർ ഗ്രിഡുകൾക്ക് വ്യാപകമായി തടസ്സമുണ്ടാക്കുമെന്നും ഇതുവഴി പല പ്രദേശങ്ങളും ഇരുട്ടിലാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനു പുറമെ വ്യോമക്കപ്പൽ ഗതാഗതവും താറുമാറായേക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കൂട്ടിച്ചേർക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.